ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഓട്സ് വെച്ചിട്ടാണ് കേട്ടോ. ഈ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ക്രീമിൻ്റെ ആവശ്യമില്ല, കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ആവശ്യമില്ല, കോൺഫ്ലവറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ സോഫ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1 കപ്പ് ഓട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഓട്സ് സാധാരണ ഓട്സാണ് കേട്ടോ. നമുക്ക് ഇത് കൂടാതെ റോൾഡ് ഓട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓട്സ് കിട്ടും, അതായത് ഇച്ചിരി വലിപ്പമൊക്കെ ഉള്ള. അപ്പോൾ അങ്ങനത്തെ ഓട്സ് ആണെന്നുണ്ടെങ്കിൽ അതും നല്ലതാണ്. പക്ഷെ ഞാനിന്നതാ ഇതേപോലെ വളരെ നൈസായിട്ടുള്ള ഓട്സാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഓട്സ് ഇപ്പം വലിയ ഓട്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ 3/4 കപ്പൊക്കെ മതിയാവും. ഇത് ഇച്ചിരി ചെറുതായതുകൊണ്ടാണ് ഞാൻ 1 കപ്പായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഓട്സ് ഒന്ന് മുക്കി വെക്കണം. അത് മുക്കി വെക്കാൻ നമ്മൾ അല്ലെങ്കിൽ കുതിർത്ത് വെക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പാലാണ്. ഞാൻ 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. 250 ml മെഷർമെൻറ്റ് കപ്പിൽ തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പാലാണ്. അപ്പോൾ നമുക്ക് ഈ പാലും കൂടെ ഒഴിച്ച്, ഇനിയിപ്പോൾ ഇത്രയും ഒഴിക്കണമെന്നൊന്നുമില്ല, 1 കപ്പിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു കുതിർക്കാൻ പറ്റുന്ന എന്നുണ്ടെങ്കിൽ അത് അത്രയും ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ നമുക്കിത് ഏകദേശം 1 മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ ഇവിടെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കണ്ടോ ഓട്സൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്കിതൊരു മിക്സി ജാറിനകത്ത് ഒന്ന് അടിച്ചെടുക്കണം, എന്നിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ മിക്സിക്കകത്തോട്ട് ആ പാലോട് കൂടിയിട്ടുള്ള ഓട്സ് തന്നെ ഈ ഒരു ജാറിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ അടിക്കാം, പിന്നീട് പാല് പിന്നെ ചേർക്കാവുന്നതാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും 1 കപ്പും കൂടെ പാൽ ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. അതും തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പാലാണ്. അതും 250 ml മെഷർമെൻറ്റ് കപ്പിലുള്ള പാല് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരണം. അപ്പോൾ ഇതാ ഞാനൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. അതിനകത്തോട്ട് ഒരു അരിപ്പ വെച്ച് കൊടുക്കുക. അരിപ്പയ്ക്കകത്തോട്ടാണ് നമുക്ക് ഈ ഒരു അടിച്ചു വെച്ചിരിക്കുന്ന ഓട്സിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന അരിപ്പ എന്ന് പറയുന്നത് വളരെ കനം കുറഞ്ഞിട്ടുള്ള അരിപ്പയാണ്. അതായത് വിടവുകളൊക്കെ വളരെ ചെറുതായിട്ടുള്ള അരിപ്പയാണ്. നിങ്ങളുടെ കയ്യിൽ ഇനി വലിയ അരിപ്പയാണോ ഉള്ളതെന്നുണ്ടെങ്കിൽ അതിനകത്ത് അരിച്ചേക്കരുത്. കാരണം ഓട്സാണ്, അതികൂടെ ഊർന്നു പോകും. അപ്പം നമ്മൾ അരിക്കുന്നതിന് ഉപയോഗമില്ലാണ്ട് വരും. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ അത്തരത്തിലുള്ള കുഞ്ഞരിപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം നല്ല വൃത്തിയുള്ള വൈറ്റ് തുണി ഉണ്ടല്ലോ, കോട്ടൻ്റെ നല്ല വെള്ള തുണി അല്ലെങ്കിൽ മല്ല് തുണി എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും. അപ്പോൾ അങ്ങനത്തെ തുണിയിൽ ഒന്ന് അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിലും, പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ തേങ്ങയൊക്കെ ചെരുകിയിട്ട് തേങ്ങാപ്പാലെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തുണികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിനകത്ത് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ചായയൊക്കെ നമ്മൾ അരിക്കുന്ന കുഞ്ഞിതാണ്, പക്ഷെ അത് ഇച്ചിരി സമയം എടുത്തിട്ട് വേണം നമുക്കിതൊന്ന് അരിച്ചെടുക്കാനായിട്ട്. അങ്ങനെയാണെങ്കിലും അരിച്ചെടുക്കുക. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം അരിക്കാൻ. അല്ലെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന ഓട്സിൻ്റെ മട്ടല്ല നമുക്ക് ഈ ശരിക്കും ആ അരിപ്പക്കോട് ഊർന്നു പോവും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതാ ഞാൻ ഇവിടെ അരിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ നമുക്ക് ഓട്സിൻ്റെ ഇച്ചിരി മട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേണ്ട, ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഓട്സിൻ്റെ പാലാണ് വേണ്ടത്. അപ്പോൾ അതാ നമ്മുടെ പാലും ഇവിടെ റെഡിയാണ്. അപ്പോൾ അതിന് മുൻപ് ഇത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് അളന്നെടുക്കണം. ഇപ്പോൾ നമ്മളൊരു ഉദ്ദേശത്തിൽ അങ്ങ് അരിച്ചൊഴിച്ചൊന്നേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് മറ്റൊരു ബൗൾ എടുക്കാം. നമുക്കിത് ഞാൻ മെഷർമെൻറ്റ് കപ്പ് എടുത്തിട്ടുണ്ട്, 250 ml തന്നെയാണ്. അപ്പോൾ അതിനകത്ത് നമുക്കിതുപോലെ അരിച്ചു വെച്ചിരിക്കുന്ന പാല് എത്രത്തോളം ഉണ്ടെന്നുള്ളതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അരിച്ചെടുത്ത് അളന്നെടുക്കാം കേട്ടോ, സോറി. അപ്പോൾ അളന്നെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കറക്റ്റ് 2 കപ്പ് ഓട്സിൻ്റെ പാലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള കാര്യം നോക്കാം, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിനകത്തോട്ട് ഓട്സിൻ്റെ ആ ഒരു പാല് 2 കപ്പുള്ള പാല് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പം ഞാൻ പാന് ഒത്തിരി അങ്ങ് ചൂടൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഒത്തിരി ചൂടായിട്ടുള്ളൊരു പാനിനകത്തോട്ട് ഇത് നിങ്ങൾ ഒഴിച്ചു കൊടുത്തേക്കരുത്, കാരണം പെട്ടെന്ന് കട്ട പിടിച്ചു പോകും. ഇനി നമുക്കിതിനകത്തോട്ട് ഞാൻ വീണ്ടും 1 കപ്പും കൂടെ പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്, ഞാൻ ഇച്ചിരി കൂടെ ക്വാണ്ടിറ്റിയിൽ എടുത്തു എന്ന് മാത്രം. നിങ്ങൾക്ക് അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട, ആ ഒരു രീതിക്ക് പാല് എടുത്താൽ മതി. ഇനി നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 കപ്പിന് താഴെയുള്ള അളവിലുള്ള പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ മധുരമൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ കോൺഫ്ലവറോ വേറെ ഒരു കാര്യങ്ങളും ചേർക്കേണ്ട. ഓട്സ് ആണ്, നമുക്കറിയാം കുറുകി വരും. അപ്പോൾ ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വാനില എസൻസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനിലയാണോ, ബദാമാണോ, പിസ്ത, സ്ട്രോബെറി അങ്ങനെ.
അപ്പോൾ ഞാനിവിടെ വനില ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇതിങ്ങനെ പതുക്കെ കുറുകാൻ തുടങ്ങും. ആ കുറുകുന്ന ഒരു സ്റ്റേജിൽ ഞാൻ കാണിക്കാം. നമ്മൾ ഗോതമ്പിനൊക്കെ കുറുക്കത്തില്ലേ, അതേപോലെയാണ്, ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടുക. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് കളർ എന്തെങ്കിലും ചേർക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കളറും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പക്ഷേ ഇത് നമ്മൾ സാധാരണ ഒരു വാനില ഐസ്ക്രീം എന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇവിടെ നല്ല രീതിയിൽ തന്നെ കുറുകി വന്നിട്ടുണ്ട്, കണ്ടോ. ശരിക്കും ഒരു ഗോതമ്പൊക്കെ കുഞ്ഞുങ്ങൾക്ക് കുറുക്കി കൊടുക്കുന്നതിൻ്റെ ആ ഒരു ഇതിലോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇത്രയും മതിയാവും. കാരണം കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ചൂടൊക്കെ ആറി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇത് ഒന്നും കൂടെ കട്ടിയായി വരും. അപ്പോൾ അതാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റി കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, എൻ്റെ ചൂടൊക്കെ ആറി വരട്ടെ. അപ്പോൾ ആ ഒരു സമയം നമുക്കൊരു കാര്യം കൂടെ ചെയ്യണം. അതിനായിട്ട് മിക്സിയുടെ ജാർ എടുക്കുക. അതിനകത്തോട്ട് 3 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാം, നമ്മളൊരു റൂം ടെമ്പറേച്ചറിനകത്ത് വെച്ചിട്ട്, അതായത് കൗണ്ടർ ടോപ്പിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റി അരമണിക്കൂറെങ്കിലും പുറത്ത് വെച്ചിട്ടുള്ള ബട്ടർ ആയിരിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ബട്ടർ, ഉപ്പില്ലാത്ത ബട്ടറും ആയിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. അൺസോൾട്ടഡ് ബട്ടറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയിൽ ഇതേപോലെ ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഒരു 10 സെക്കൻഡൊക്കെ അടിച്ചെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ അതാ നമുക്ക് ഈ ഒരു രീതിയിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രീസറിനകത്ത് ഒരു 10 മിനിറ്റ് എങ്കിലും വെക്കുക. ഞാൻ മിക്സിയുടെ ജാറോട് കൂടെ തന്നെയാണ് ഫ്രീസറിനകത്ത് വെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഈ ജാർ വെക്കാൻ സ്ഥലമില്ല ഫ്രീസറിൽ എന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിന് പകരം നമ്മളൊരു പാത്രത്തിലോട്ട് അത് മാറ്റി വെച്ചിട്ട് ഫ്രീസറിനകത്ത് വെച്ചാൽ മതിയാവും. അപ്പോൾ ഇതാ ഞാനിത് 10 മിനിറ്റ് കഴിഞ്ഞു. ഫ്രീസറിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബട്ടറൊക്കെ നന്നായി ഫ്രീസായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒരു 10 സെക്കൻഡ് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ. ഈ ഒരു രീതിയിൽ നല്ല മഷി പോലെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ടാണ് നമ്മൾ ചൂട് ആറിയിട്ടുള്ള നമ്മുടെ ആ ഒരു ഓട്സിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഓട്സിൻ്റെ മിക്സ് ചൂടൊക്കെ ആറി കഴിഞ്ഞപ്പോൾ വന്നിട്ടുള്ളത്, കണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അത് ഇച്ചിരി അങ്ങ് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും അങ്ങ് ഒന്നും കൂടെ അങ്ങ് കട്ടിയാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒത്തിരി കുറുക്കി എടുക്കണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇപ്പോൾ ഇനി ഇതാ നമ്മുടെ ചൂടൊക്കെ ആറിയിട്ടുള്ള ഓട്സിൻ്റെ മിക്സ് ഈ ഒരു ബട്ടറിൻ്റെ ആ ഒരു മിക്സി ജാറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒരു 40 സെക്കൻഡ് ഒക്കെ എടുത്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. എങ്കിലാണ് നല്ല നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ ഞാനതൊന്ന് പെട്ടെന്നൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ദാ നമ്മുടെ ഐസ്ക്രീമിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദാ മിക്സിയിലൊക്കെ നല്ല സൂപ്പറായിട്ട് അടിച്ചെടുത്ത് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ നമുക്കൊരു എനിക്ക് തോന്നുന്നു നമുക്ക് ഫ്രൂട്ട് സലാഡൊക്കെ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് കസ്റ്റർഡിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. അത്രയും ടേസ്റ്റാണ് ഇത്. നമുക്കിങ്ങനെ കോരി ഇപ്പം തന്നെ ഞാനിങ്ങനെ മധുരം കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് കോരി കഴിക്കാൻ തോന്നും, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇതാ ഞാനത് അങ്ങനെ തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിനകത്തോട്ട് ഒഴിച്ച് വെക്കാം. എന്നിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ഫിലിം പേപ്പർ ഒന്ന് വെച്ച് ടൈറ്റാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മൂടിയുള്ള ഒരു പാത്രമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം. ഇതെനിക്ക് സ്കൂപ്പ് ചെയ്യിച്ചിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഫ്രീസറിനകത്ത് വെച്ചിട്ട് ഒരു 7 മണിക്കൂർ വെച്ച്, സാധാരണ എത്ര സമയമാണ് ഫ്രീസറിനകത്ത് സെറ്റ് ചെയ്യാൻ, നിങ്ങൾ ഓരോ ഫ്രിഡ്ജിനും ഓരോ പോലെയല്ലേ, അപ്പോൾ അതനുസരിച്ച് വെക്കാം. എന്നിട്ട് നമുക്കത് എടുത്തിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി സാധാരണ രീതിയിൽ നമ്മൾ 2 മണിക്കൂർ ഇങ്ങനത്തെ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കുമ്പോൾ 2 മണിക്കൂർ ഫ്രീസറിനകത്ത് വെച്ച് പിന്നീട് പുറത്തെടുത്ത് ഒന്നും കൂടെ ആ ഒരു ഇത് മിക്സിക്കകത്ത് അടിച്ച് പിന്നെയും ഒരു 7 മണിക്കൂർ 8 മണിക്കൂർ വെക്കാണ് പതിവ്. പക്ഷേ ഈ ഒരു ഐസ്ക്രീമിന് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് നേരെ തന്നെ ഫ്രീസറിനകത്ത് വെക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചിട്ട് 8 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഐസ്ക്രീമാണിത്. ഇതാ നോക്കിക്കേ, നല്ല സ്മൂത്ത് ആൻഡ് ക്രീമി ആയിട്ടുള്ള നമ്മുടെ ഓട്സ് ഐസ്ക്രീം ഇവിടെ റെഡിയാണ്. ഇത് നമുക്ക് ഓട്സ് കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് പറയത്തൊന്നുമില്ല കേട്ടോ, അത്രയും ടേസ്റ്റാണ്. ഒരു സാധാരണ വാനില ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒന്നാണ്. ഇപ്പോൾ എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആയിട്ട് പുറത്തത്തെ ഐസ്ക്രീം കഴിക്കാൻ ധൈര്യമില്ലാത്തവർ അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ടുണ്ടെന്നുള്ള പേടിയുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും വീട്ടിൽ ധൈര്യമായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ്. പിന്നെ ഞാൻ കുറച്ചൊരു ടോപ്പിങ്സിനൊരു ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട് ഇച്ചിരി ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അത് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ കുറച്ച് പിസ്ത ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ചേർത്ത് ടോപ്പിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു
എന്നാ സോഫ്റ്റ്നെസ്സും ക്രീമി ആണോ എന്നൊക്കെ ഉള്ളത് നോക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് നമുക്കൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് നോക്കാം, ഒന്ന് നമുക്കൊന്ന് ഡിപ്പ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഒന്ന് ആഴ്ന്നിറങ്ങി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ അത് അതിനായിട്ടൊരു കൊച്ചു സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല ക്രീമി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ നുറുക്ക് ഗോതമ്പ് കൊണ്ടും ഗോതമ്പ് പൊടി കൊണ്ടും അരിപ്പൊടി കൊണ്ടും റവ കൊണ്ടും ഒക്കെ ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു ഐസ്ക്രീമാണ് ഓട്സ് ഐസ്ക്രീം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നുള്ളൊരു അഭിപ്രായം അറിയിക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.